നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വഴി ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യണം. ആ ഒരു ചാപ്റ്റർ, ആ ഒരു ആഗ്രഹം എന്നേക്കുമായിട്ട് മൂടി വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാവോ? ഡിവൈന് നമുക്ക് സർപ്രൈസ് തരും അല്ലെ. അത് നമ്മൾ നോക്കുന്ന സമയത്താണ്. അതിനർത്ഥം വേറെ വഴികളൊന്നും അവിടെ ഇല്ല എന്നുള്ളതല്ല. കൊടുക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം മാത്രം നിങ്ങൾ. ഓൾ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഓസം ടുഡേ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്സപ്പ് മെസ്സേജ് ആണ്. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഈ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ നോക്കിയിട്ട് യാതൊരു വഴിയും കാണുന്നില്ല, അതിലേക്ക് എത്താൻ ഒരു വഴിയുമില്ല. ശ്രമിക്കണോ വേണ്ടയോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രമിച്ചു നോക്കാൻ പോലും തോന്നുന്നില്ല. അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമാണ്. ഇത് പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് അത് എങ്ങനെ സംഭവിക്കും, അതിനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, അത് നടക്കോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ വരും അല്ലെ. പല ആളുകൾക്കും പലതിലേക്കും ശ്രമിച്ചു നോക്കാതിരിക്കാനുള്ളൊരു കാരണവും അത് തന്നെയാണ് ആവാറ് അല്ലെ. എവിടുന്ന് എങ്ങനെ സംഭവിക്കും? ചില ആളുകൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഒരു വഴി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ആ ഒരു വഴിയിലൂടെ മാത്രമേ ഈ ഒരു കാര്യം അവരുടെ ലൈഫിൽ സംഭവിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരു വഴിയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഇവിടെയാണ് നമ്മുടെ മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു പവർ. നമുക്കറിയാം എന്തോ ഒരു പവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. സോ അതിന്റെ ഒരു, നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മളിലേക്ക് വരും എന്ന് പറയുന്നത് പോലെ. ഏത് വഴി ഏത് സമയം എന്നുള്ളതല്ല, നമ്മൾ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അതിനുള്ള വഴി അത് നമ്മുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം ഫിനിഷ് ചെയ്യാനുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഒരു കാര്യത്തിൽ സംഭവിക്കും. അത് നമ്മുടെ ലൈഫിലേക്ക് വരും. പല ആളുകളും ആദ്യമായിട്ട് അവരുടെ ലൈഫിൽ അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില മാറ്റങ്ങളൊക്കെ, അവരെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില മാറ്റങ്ങളും ആഗ്രഹങ്ങളൊക്കെ വിചാരിക്കുന്ന സമയത്താണ് എനിക്കങ്ങനെ സാധിക്കില്ല, എനിക്കതിനുള്ളൊരു വഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അത് ഡിസേർവ് അല്ല എന്നൊക്കെ തോന്നി പോകുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ബ്രേക്ക് ചെയ്ത് അതിനു വേണ്ടി അറ്റ്ലീസ്റ്റ് നമ്മൾ അതിലേക്കൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ളൊരു പെർമിഷൻ കൊടുക്കുക. എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുക? നമ്മൾ സ്വയം നമ്മളെ ലിമിറ്റ് ചെയ്യുന്നതിന് പകരം അതിലേക്ക് ഇറങ്ങി വരാനുള്ള, അത് എന്താണെന്നുള്ള അതെന്താന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് കൊടുക്കണം അല്ലെ. നമ്മൾ ചില കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷിച്ചു വരണം. ഇപ്പൊ നമുക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ഇന്റൻഷൻ, നിങ്ങളുടെ ആ ഒരു ഉദ്ദേശം വളരെ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇത് നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നമുക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും, നമുക്ക് അത്ര ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു കാര്യം, മേ ബി നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവും. ചില ആളുകൾ ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്കത് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവും. ആൻഡ് എന്ത് സംഭവിക്കും? അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, പ്രതീക്ഷിക്കാത്തൊരു വഴിയിൽ കൂടി ആയിരിക്കാം ആ ഒരു കാര്യം ലൈഫിൽ വരുന്നുണ്ടായിരിക്കാം അല്ലെ. നമ്മളെല്ലാവരും ചിന്തിക്കും, ഇത് ഞാനൊരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇതെനിക്ക് വേണമായിരുന്നോ, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളത് അല്ലെ. പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു? ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഒരുപാട് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ആഗ്രഹമായിരിക്കാം അല്ലെ. അത് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അത് അതിൻ്റെതായിട്ടുള്ള പണി നാച്ചുറലി ചെയ്യും. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രമിക്കാതെ, നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടും പക്ഷെ നമ്മൾ വലിയൊരു ശ്രമം അതിന് കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇന്റൻഷൻ കൊടുക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ മസ്റ്റായിട്ട് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ ചെറിയ പ്രായത്തിലെ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഐ വോണ്ട് ടു ബിക്കം എ പബ്ലിക് സ്പീക്കർ. എനിക്ക് ആളുകളായിട്ട് കണക്ട് ചെയ്യണം, സ്റ്റേജിൽ നിന്ന് സംസാരിക്കണം, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. മോട്ടിവേഷൻ എന്താണ്, പബ്ലിക് സ്പീക്കിംഗ് എന്താണ്, ഒന്നും അറിയാത്തൊരു പ്രായത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടു വളർന്നിട്ടുള്ള ഒരു യൂസ്ഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ള ഒരു ആഗ്രഹമാണ്. സോ ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, അത് എവിടുന്ന് വന്ന് എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലെ. അൺഇൻറ്റൻഷനലി ഉള്ള ആഗ്രഹങ്ങള്. സോ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്, ഉള്ളിൽ തന്നെ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്. ചില ആളുകൾ ആ ഒരു ആഗ്രഹം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ
ഡാൻസർ ആവുക, ഡാൻസിനോട് താല്പര്യം തോന്നുക, പാട്ടിനോട് താല്പര്യം തോന്നുക, ചില കാര്യങ്ങൾ അത് എവിടെ നിന്ന് വന്നെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല അല്ലെ. പക്ഷെ എങ്ങനെയാണെന്നല്ലേ ഇത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നാച്ചുറലി അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ അതാണ് എന്നുള്ളൊരു തോന്നല് നമ്മളുടെ ഉള്ളിൽ തന്നെ വരും. റൈറ്റ്? അത് നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമല്ല, മനഃപൂർവ്വം നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല, അത് നാച്ചുറലി ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ ഓരോ ആക്ഷനും ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു അല്ലെങ്കിൽ ഇത്ര ഒരു ആഗ്രഹമുള്ള ഒരു ജോബ് ഈ ഒരു കാര്യമായിരിക്കാം, പക്ഷെ സാഹചര്യം കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഈവൻ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്തും എവിടേക്കോ നമ്മുടെ ആ ഉള്ളിലുള്ള ഒരു ആഗ്രഹം നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം അല്ലെ. അവസാനം നമ്മൾ അതിലേക്ക് തന്നെ ആയിരിക്കാം കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ടായിരിക്കാം. കാരണം ഇത് നമ്മൾ അറിയാതെ തന്നെ, ഉദ്ദേശമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അറിയാതെ തന്നെ അത് നമ്മളുടെ ഉള്ളിൽ തന്നെ കിടന്ന് വളരുന്നുണ്ട്. അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു റിതം, ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ പോലും ചിന്തിക്കാതെ, നമ്മളെ അത്രയൊരു ശ്രമം അതിന് കൊടുക്കാതെ തന്നെ ഒരു മിറാക്കിൾ പോലെ നമ്മുടെ ലൈഫിൽ അത് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. ഇത് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ചെറുതും വലുതൊക്കെ ആയിട്ട് നിങ്ങൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. റൈറ്റ്? സോ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് അങ്ങനത്തെ ഒരു നാച്ചുറലി ഇല്ലാത്തൊരു കാര്യമായിരിക്കാം, പക്ഷെ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ നിന്നൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. അതായത് സാമ്പത്തികപരമായിട്ടുള്ള മാറ്റമാണ്, നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരണം, നല്ല ജോബ് വേണം, ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, നല്ല കാര്യങ്ങൾ സെർവ് ചെയ്യണം, നല്ല കാര്യങ്ങൾ കിട്ടണം, നല്ല കാര്യങ്ങൾ അനുഭവിക്കണം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സറൗണ്ടിങ്ങിന് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. അങ്ങനത്തെ ഒരു മാറ്റം വേണം എന്നുള്ളത്. ഇതിനെ നമുക്ക് ഇന്റൻഷനൽ ആയിട്ടുള്ള ഡിസൈർസ് അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി നമ്മൾ കണക്ട് ചെയ്യുന്ന ആഗ്രഹങ്ങൾ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ബേസും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ. പക്ഷെ നമുക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം വേണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ ആ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഇത് എവിടുന്നോ വന്നോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വന്നു, സാഹചര്യങ്ങൾ കൊണ്ട് വന്നു, നിങ്ങൾക്ക് അത്രയൊരു ഇഷ്ടം, ഓക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം, എനിക്ക് ഇതുപോലത്തെ ഒരു മാറ്റം വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മൾ നോക്കുന്ന സമയത്ത് ഒരൊറ്റ വഴിയോ അല്ലെങ്കിൽ ഒരു വഴിയും ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ നമുക്ക് ഉണ്ടാവില്ല അല്ലെ. അത് നമ്മൾ നോക്കുന്ന സമയത്താണ്. അതിനർത്ഥം വേറെ വഴികളൊന്നും അവിടെ ഇല്ല എന്നുള്ളതല്ല. സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ആ ഒരു മിറാക്കിൾ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് ആ ഒരൊറ്റ കാര്യമാണ്. നിങ്ങളുടെ എന്ത് ആഗ്രഹം ആയിക്കോട്ടെ, നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ ആ ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ. ഇവിടെ ചില ആളുകൾ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഈവൻ വഴിയൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ ശ്രമിച്ചു നോക്കും. ചില ആളുകൾ ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് യാതൊരു വഴിയും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചു നോക്കാതിരിക്കുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്? സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വഴി ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യണം, ആ ഒരു ചാപ്റ്റർ, ആ ഒരു ആഗ്രഹം എന്നേക്കുമായിട്ട് മൂടി വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാവോ? അത് സന്തോഷമാവില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു വഴി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കണം, എനിക്കത് ഗീവ് അപ്പ് ചെയ്യണ്ട എന്ന് തോന്നുന്ന ആ ഒരു ഡിസൈർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, അത് ഒരു സൈഡിലേക്ക് വെക്കുക. അത് നമ്മുടെ ജോബ് അല്ല. പകരം നമുക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ സാധിക്കാം. സോ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹം ഈ ഒരു കാര്യമുണ്ട്, വിട്ടുകൊടുക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം മാത്രം നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങള്? ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാക്കുകള് ആൻഡ് നമ്മുടെ വിഷ്വൽസ്, ഇത് വളരെ സ്ട്രെങ്തൻ ചെയ്യുക ആ ഒരു കാര്യത്തിന് വേണ്ടി. സോ വാക്കുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ്. സോ നമ്മുടെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കും, ഇത് ഇമ്പോസിബിൾ എന്നുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ഡിസേർവ് ആണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും പല ആളുകൾക്കും വരുന്നുണ്ടായിരിക്കുക അല്ലെ. സോ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ആണ്, നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്, ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ആണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്, സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. എങ്ങനെ വാക്കുകൾ കൂടെ നിങ്ങൾക്ക് അത് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും? ഞാൻ ഈ ഒരു കാര്യം ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, അതിലേക്ക് ഞാൻ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള വഴിയിലൂടെ ഞാൻ അതിലേക്ക് എത്തിച്ചേരും. സോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുക, അതൊക്കെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ആൻഡ് വിഷ്വൽസ് കൊടുക്കുക.
നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം? വിഷ്വലൈസ് ഇറ്റ്. കാരണം നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. സോ ഇതെങ്ങനെ ആയിരിക്കാം, ഇങ്ങനത്തെ ഒരു കാര്യം എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ആയിരിക്കാം എന്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ്, എനിക്ക് ഇത് ഉണ്ടാവോ അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കോ എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കൊടുക്കണം, അല്ലെ? ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആക്ഷൻസ് ആണോ കൊടുക്കാൻ സാധിക്കുക, ചെറുതും വലുതുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ. ഇപ്പൊ നമുക്ക് ഒന്നും എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് റിസർച്ച് ചെയ്യാം ആ ഒരു കാര്യത്തെ പറ്റി, അല്ലെ? ആ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം, പഠിക്കാം, അങ്ങനത്തെ കാഴ്ചകൾ കാണാം, അതിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ആഗ്രഹം അത് എങ്ങനെ നടക്കും നടക്കില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ വെറുതെ ആവോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് എന്ത് ആക്ഷൻ ആണോ ബെസ്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുക. അത് കൊടുത്താൽ മാത്രം പോരാ, അത് കൺസിസ്റ്റന്റ് ആയിട്ടും കൂടെ കൊടുക്കണം. സ്ഥിരമായിട്ടൊരു സ്ഥിരത ആ ഒരു കാര്യത്തിന് വേണം, റൈറ്റ്? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്. സോ ചില കാര്യങ്ങള് നമ്മൾ ഓൾറെഡി ഇന്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ അത് പ്രോസസ് വരാൻ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം വേണം. സോ അവിടെ നമ്മൾ പല കാര്യങ്ങളും മേ ബി എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കണം, ചില കാര്യങ്ങളൊക്കെ റൂട്ട് ചെയ്ത് വരുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നമ്മൾ ആ ഒരു പ്രോസസ് നമ്മൾ ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ അത് എപ്പോൾ വരും, ഇന്ന സമയം അല്ലെങ്കിൽ ഏത് വഴിയിൽ കൂടെ വരും, നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു വഴിയിൽ കൂടെ അല്ല അത് വരാം. ട്രസ്റ്റ് മീ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിവൈന് നമുക്ക് സർപ്രൈസ് തരും, അല്ലെ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വഴിയിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈമിൽ ഒരു കാര്യം ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലൊരു സർപ്രൈസ് ഉള്ളത്? നമ്മൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ സർപ്രൈസിങ് ആയിട്ട് നമ്മൾ അത്ര ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന സമയത്താണ് അതൊരു സർപ്രൈസ് ആയിട്ട് നമുക്ക് തോന്നുക, അല്ലെ? സോ നിങ്ങൾക്ക് എത്രമാത്രം സർപ്രൈസ് ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നോ അത്രമാത്രം മനസ്സിലാക്കാൻ നിങ്ങൾ അത്ര ഒരു സ്ട്രോങ് ബോണ്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ പവർ ആയിട്ട്, യൂണിവേഴ്സ് ആയിട്ട്, ഓർ വട്ട് എവർ ദ പവർ യു ആർ ബിലീവിങ് അത് നിങ്ങൾക്ക് തരുന്നത്, അല്ലെ? ആ ഒരു ബോണ്ടും കൂടിയാണ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ആ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, ആ ഒരു പവർ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്കത് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് വേണം, എനിക്കൊരു മാറ്റം വേണം, ആ ഒരു ക്രേവ് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നോ, അത് നാച്ചുറലി വന്നോ അല്ലെങ്കിൽ ഏത് സാഹചര്യം കൊണ്ട് വന്നോ, അതിന് വേണ്ടിയിട്ട് എന്താണോ ഇതുപോലെ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അതെങ്ങനെയാ വരാൻ പോകുന്നത് എന്നുള്ളത്. ഇറ്റ് വിൽ കം, അത് അതിന്റെ വഴിയിൽ വരും. അത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടേക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് അർഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും, അല്ലെ? നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ, ചില ആളുകൾക്ക് അവരുടെ ലൈഫ് ഒന്ന് പുഷ് ചെയ്യാൻ, ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ കൊണ്ടുപോകാൻ ചില ആളുകളുടെ വാക്കുകൾ മതി, അല്ലെ? എന്റെ വാക്ക് മതി എന്നല്ല പറയുന്നത്. മേ ബി നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡിസേർവ് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും നിങ്ങൾ പോയി പറയേണ്ട കാര്യമില്ല. അത് അർഹിക്കുന്ന അങ്ങനത്തെ ഒരു പുഷ് വേണം, അങ്ങനത്തെ ഒരു വാക്കിന്റെ ഒരു സപ്പോർട്ട് വേണം, ജെന്യൂൻലി വേണം എന്ന് തോന്നുന്ന ചില ആളുകൾ ഉണ്ടാവും, അല്ലെ? അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കുക. അവരും നിങ്ങളുടെ കൂടെ വളരട്ടെ, നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.